ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഹലോ, വെൽക്കം ടു ദ ഷോ. ആളെ കിട്ടിപ്പോയി മതി. ഇപ്പൊ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ആരാധകരെ ഏറ്റെടുക്കും. പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെ പ്രതികരിക്കും? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ആരാധകരെ ഏറ്റെടുക്കും. പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെ പ്രതികരിക്കും? ഞാൻ പ്രതികരിക്കാനേ നിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? രണ്ട് കൈ കൂട്ടിയിടിച്ചല്ലേ സൗണ്ട് വെക്കുള്ളൂ. ഒരു കൈ അവിടെ അടിച്ചോട്ടെ. സൗണ്ട് വെക്കുന്നുണ്ടോ? ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം തുടങ്ങി കേൾക്കുന്ന ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു മാറ്റം? ഞാൻ ഏത് ഇന്റർവ്യൂവിൽ ചെന്നിരുന്നാലും അല്ല, ഞാൻ ആ ഇന്റർവ്യൂ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇത് പ്രതീക്ഷിച്ചാ പോകുന്നത്. മീനാക്ഷി അതിനെ എങ്ങനെ നേരിടുന്നു, ഞാൻ എങ്ങനെ നേരിടുന്നതായിട്ടൊക്കെ തോന്നുന്നത്. അതല്ല ഉദ്ദേശം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒന്നാമത് ഈ ഒരു മീഡിയയിൽ നിൽക്കുമ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വന്ന് നിൽക്കാൻ. നാട്ടുകാരൊക്കെ എല്ലാരും എന്നെ ഇഷ്ടപ്പെടണം, അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. 100% ഞാൻ യോജിക്കുന്നു. നമുക്ക് അതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. മിണ്ടായിരിക്കാന്ന് വെച്ചാൽ വായോടച്ച് മിണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഉണക്കഥ പറയുക. ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ തന്നെ മസ്താനി ആയിരുന്നു ആങ്കർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ത്രില്ഡ് ആയിട്ടാണ് വരുന്നത്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. വന്നപ്പോ തുടങ്ങി മസ്താനിയുടെ ഓരോ ക്വസ്റ്റ്യനിലും ഞാൻ ഇംപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി മനീഷ് നാരായണനോട് കിടപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. 20 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എന്താ കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും